ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സെക്കൻഡ് എപ്പിസോഡാണ്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോവാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ഹീറോ ഫോൺ കണ്ടിട്ട് അത് എന്താണെന്നറിയാതെ തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ടിരിക്കുക ഹീറോയുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് അത് താഴെ വീഴുന്നു. അങ്ങനെ അതിൻ്റെ വോയിസ് കമാൻഡ് ഓൺ ആവുന്നു. ഇതെന്താണെന്നറിയാതെ പേടിച്ച് ഹീറോ അതിനെ ചവിട്ടി മാറ്റുന്നു. അടുത്ത സീനിൽ കാണുന്നത് നമ്മുടെ ഹീറോയിനെയാണ്. നമ്മുടെ ഹീറോയിൻ അവിടെ ആണായി വേഷം മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിനെ ഒരുപാട് ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു റൂമിൽ ആക്കിയിരിക്കുന്നു. അവിടെ അവരെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ ഹീറോയിനെ നല്ലോണം ബുള്ളി ചെയ്യുന്നുണ്ട്. രാത്രി ഉറങ്ങാൻ കിടന്ന ഹീറോയിനാട്ടെ കൂർക്കം വലിയും കൊതുകും കാരണം ശല്യം സഹിക്കാൻ വയ്യാതെ അവിടെ ഉറങ്ങാൻ പറ്റാതെ ഇടങ്ങേറായി. അങ്ങനെ ഇവിടെ നിന്നു എങ്ങനെയും രക്ഷപ്പെടണം എന്ന ചിന്തയോടുകൂടി അവിടുത്തെ മതിൽ ചാടി രക്ഷപ്പെടാൻ നമ്മുടെ ഹീറോയിൻ തീരുമാനിച്ചു. അങ്ങനെ ചാടി പിടിച്ച് മതിലേക്കേറിയപ്പോഴാണ് നീ ഇതെവിടെ പോവാണ് ഈ നേരത്ത് എന്നൊരു അശരീരി കേട്ടത്. പേടിച്ചു നോക്കിയപ്പോൾ അത് അവിടെ തന്നെയുള്ള ഒരു വേലക്കാരിയാണ്. അവൾ ആരും അറിയാതെ അവിടെ കച്ചവടങ്ങൾ ചെയ്യുകയാണ് പതിവ്. അങ്ങനെ കച്ചവട സാധനം കണ്ട നമ്മുടെ ഹീറോയിനായിട്ട് ഫ്ലാറ്റായിട്ട് അതിലെന്താ എടുക്കേണ്ടിയെന്ന് അറിയാതെ ഇങ്ങനെ നോക്കി നിന്നു. അപ്പോഴാണ് അവളൊരു ബുക്ക് കാണിച്ചു കൊടുത്തത്. ഇത് നമ്മുടെ എംപററിൻ്റെ ഇഷ്ടങ്ങളും അയിഷ്ടങ്ങളുമാണ്. ഇത് വായിച്ചാൽ നമ്മുടെ എംപററിനെ പറ്റി നിനക്ക് കൂടുതൽ അറിയാൻ കഴിയും എന്ന് പറഞ്ഞ് ഒരു ബുക്ക് കൊടുത്തു. അതിനോടൊപ്പം തന്നെ അവൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവളുടെ കയ്യിലുള്ള ഒരു കേക്കും അവൾക്ക് കൊടുത്തു. അങ്ങനെ അവർ അന്ന് നല്ലൊരു കൂട്ടുകാരികളായി മാറി. പക്ഷേ അപ്പോഴും നമ്മുടെ ഹീറോയിൻ ഒരു പെണ്ണാണെന്നുള്ള കാര്യം ഇവൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അവർ ഒരുപാട് സംസാരിച്ചിരുന്നു. ഇവരുടെ ഈ സംസാരങ്ങൾ മേലെ നിന്ന് ഇവരറിയാതെ തന്നെ നമ്മുടെ ഹീറോയുടെ ബോഡി ഗാർഡ് മുഴുവൻ കേൾക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കച്ചവടക്കാരിയായ ഫ്രണ്ടിനോട് നമ്മുടെ ഹീറോയിൻ നമ്മുടെ കിങ്ങിനെ പറ്റി ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നു, നമ്മുടെ കിങ് വളരെ ബുദ്ധിമാനായ നല്ലൊരു രാജാവാണ്, നല്ല ധൈര്യശാലിയും ബുദ്ധിമാനുമായ നല്ലൊരു ഭരണാധികാരിയാണ്. പക്ഷേ വളരെ ചെറുപ്പത്തിൽ തന്നെ രാജ്യഭരണം ഏറ്റെടുക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ ആ സിംഹാസനം കൈക്കലാക്കാൻ രാജകുടുംബത്തിലുള്ള മറ്റംഗങ്ങൾ തന്നെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അയ്യോ, കഥ പറഞ്ഞിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല, എന്നാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോവാനൊരുങ്ങുന്നു. അതിനു മുമ്പ് നമ്മുടെ ഹീറോയിനോട് ചോദിക്കുന്നു, നീ ഇവിടെ പുതിയതായിട്ട് വന്ന യൂണിറ്റാണോ? അതേ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുന്നു, എന്നാൽ ഇവിടെ ആകെ സെർവൻസിൻ്റെ ഇടയിലൊക്കെയും ഒരു ടോക്ക് ഉണ്ട്. നമ്മുടെ കിങ് എല്ലാവരെയും രഹസ്യമായി നിരീക്ഷിക്കാൻ വേണ്ടി പുതിയൊരു യൂണിറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഒരു ടോക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടി ചേർന്ന് നിന്നെ ബുള്ളി ചെയ്യാൻ സാധ്യതയുണ്ട്. നീ അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിയാണ് അവൾ അവിടുന്ന് പോയത്. പിറ്റേന്ന് രാവിലെ കൂടെയുള്ളവരെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ ഹീറോയിന് പണി കൊടുക്കാൻ ആരംഭിച്ചു. പക്ഷേ എല്ലാ പണിയും നമ്മുടെ ഹീറോയിൻ നൈസായിട്ട് തിരിച്ച് അവർക്ക് തന്നെ കൊടുത്തു. രാവിലെ കൊടുത്ത പണി തികയാഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന് രാത്രിയിലും ഒരു പണി കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ കിടക്കേൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് വെക്കുന്നത് നമ്മുടെ ഹീറോയിൻ കണ്ടു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ വന്ന് നോക്കിയുമ്പോൾ എല്ലാവരും ഉറങ്ങുന്ന പോലെ അഭിനയിക്കുന്നു. നമ്മുടെ ഹീറോയിൻ വന്ന് ബെഡ്ഷീറ്റ് തുറന്നു നോക്കി. അപ്പോൾ അവൾക്കിട്ടുള്ള പണിയാണെന്ന് മനസ്സിലായി. എന്നാൽ അവരെ പറ്റിച്ചേക്കാം എന്ന് കരുതി പേടിച്ച പോലെ നമ്മുടെ ഹീറോയിൻ അലറുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിനെ പേടിപ്പിച്ച സന്തോഷത്തിൽ അവൻ എണീറ്റ് ഇരുന്നപ്പോൾ പെട്ടെന്നാണ് നമ്മുടെ ഹീറോയിൻ ഒരു തവളയെ പിടിച്ച് അവൻ്റെ തന്നെ കുപ്പായത്തിൽ ഇട്ടുകൊടുക്കുന്നത്. പിന്നെ 21st സെഞ്ച്വറിയിൽ വന്ന എന്നോടാ നിങ്ങളെല്ലാവരുടെയും കളി എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ ഉറങ്ങാൻ കിടന്നു. പക്ഷേ അന്നും അവൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അവൾക്ക് അവളുടെ വീട് ഓർമ്മ വന്നു. അവളുടെ അച്ഛനെയും അമ്മയെയും എല്ലാവരെയും ഓർമ്മ വന്നു. അങ്ങനെ അവൾ അവളുടെ ബാഗ് എടുത്ത് നോക്കുമ്പോൾ അതിലുള്ള ഒരു സാധനവും നനഞ്ഞ് കേടുവന്നിട്ടില്ല. അവൾ വെള്ളത്തിൽ വീണതാണെങ്കിൽ പോലും ബാഗിലുള്ളതൊന്നും തന്നെ നനഞ്ഞ് കേടുവന്നിട്ടില്ല.
അങ്ങനെ ബാഗ് തപ്പിക്കൊണ്ടിരുന്ന നമ്മുടെ ഹീറോയിന് അവൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന 21st സെഞ്ച്വറിയിൽ ജീവിച്ചിരിക്കുന്ന സിംഗറായ ബൈലു എന്ന ആളുടെ ഫോട്ടോ കിട്ടി. അവൾ അന്ന് സന്തോഷത്തോടെ കിടന്നുറങ്ങി. പിറ്റേന്ന് നമ്മൾ കാണുന്നത് അവിടുത്തെ മിനിസ്റ്റർ യൂനസ് ലീക്ക് പണി കൊടുത്തോ എന്ന് റൂംമേറ്റിനോട് ചോദിക്കുന്നതാണ്. കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ ദേഷ്യപ്പെടുകയും എന്നാൽ ഇനി അങ്ങോട്ട് ഇത്രയും നാൾ ഞാൻ അവൾക്ക് ക്ഷമിച്ചു കൊടുത്തു, ഇനി അങ്ങോട്ട് അവളെ നല്ലോണം ഇടങ്ങേറാക്കിക്കോ എന്ന് പറയുന്നു. അപ്പോൾ തൊട്ട് അവർ എല്ലാവരും കൂടി ചേർന്ന് അവൾക്ക് ഫുഡ് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ആദ്യം ചിക്കൻ കൊടുത്തപ്പോൾ അത് അവൾക്ക് കിട്ടാതിരിക്കാൻ അവളെ ഉന്തിത്തള്ളി. പിന്നെ ബാക്കി വന്ന കുറച്ച് സൂപ്പ് കുടിക്കാം എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ആ സൂപ്പിലോട്ട് മനഃപൂർവ്വം ഒരാൾ അയാൾ തിന്നേൻ്റെ ബാക്കിയുള്ള എല്ല് കഷ്ണം ഇടുകയും ചെയ്തു. പക്ഷേ കൂട്ടത്തിലുള്ള ഒരാൾക്ക് അവളോട് അലിവ് തോന്നി. അവൻ അവളുടെ കയ്യിലുള്ള ഒരു ബ്രെഡ് അവൾക്ക് കൊടുത്തു. സങ്കടപ്പെടേണ്ട, ഇനി തൊട്ട് നേരത്തെ ഫുഡ് കഴിക്കാൻ വരണം എന്ന് പറയുകയും ചെയ്തു. അന്ന് ഫുഡ് കഴിക്കാതെ വിശപ്പുണ്ട്, എന്നാൽ ഇവിടെ കിടന്നിട്ട് ഡിസ്റ്റർബൻസ് കാരണം ഉറങ്ങാനും പറ്റാതെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവൾ അവളുടെ അച്ഛൻ കൊടുത്ത പാവക്കുട്ടിയെ എടുത്ത് വെച്ച് സങ്കടത്തോടെ പറയുന്നു, അച്ഛാ എനിക്ക് ഒരുപാട് വിശക്കുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നുമുണ്ട്, ഇവിടെ നിന്ന് എങ്ങനെ ഞാൻ തിരിച്ചു വരുമെന്നറിയാതെ പേടിയാവുന്നുമുണ്ട് എന്ന് പറഞ്ഞ് അവൾ ആ പാവക്കുട്ടിയെ പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കെ അടുത്ത് കിടക്കുന്ന ഒരാൾ എണീറ്റ് അവളെ ആശ്വസിപ്പിക്കുന്നു. ഞാനും പണ്ട് ഇങ്ങനെ തന്നെ ആയിരുന്നു, എന്നാൽ പിന്നെ അഡ്ജസ്റ്റായി, നീയും അഡ്ജസ്റ്റ് ആയിക്കോളൂ എന്ന് ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് അവളുടെ കയ്യിലുള്ള പാവക്കുട്ടിയെ നോക്കാൻ വേണ്ടി ചോദിക്കുന്നു. അങ്ങനെ അത് കണ്ടിട്ട് അവന് അത്ഭുതം തോന്നി. പാവക്കുട്ടി നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങനെ കിടന്നുറങ്ങി. പെട്ടെന്ന് അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അവളുടെ കയ്യിൽ നിന്ന് അവളുടെ പാവക്കുട്ടിയെ ആരോ എടുക്കുകയും ആ പാവക്കുട്ടീൻ്റെ മേലെ എന്തോ കൂടോത്രം ചെയ്ത പോലെ പിന്നുകൾ കുത്തിവെക്കുകയും എന്തോ ഒരു പേപ്പർ അതിൻ്റെ ഉള്ളിൽ വെക്കുകയും ചെയ്ത് തിരിച്ച് അവളുടെ ബാഗിൽ തന്നെ വെക്കുന്നു. പിറ്റേന്ന് രാവിലെ പുറത്തിറങ്ങിയ നമ്മുടെ ഹീറോയിൻ തലേന്ന് കണ്ട ആ ഫ്രെഡിനെ കാണുന്നു. എന്നിട്ട് അവളോട് ചോദിക്കുന്നു, നീ ഈ കൊട്ടാരത്തിലെ റേഡിയോ അല്ലേ? എന്നാൽ നീ പറ, നമ്മൾ പൂജകൾക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ ആ വലിയ ബാരൽ അത് ഇവിടെ എവിടെയാണെന്ന് പറ. അപ്പോൾ അവൾ പറയുന്നു, അത് എനിക്കറിയില്ല, പക്ഷേ അതറിയണമെങ്കിൽ നമ്മുടെ രാജാവിൻ്റെ സ്റ്റഡി റൂമിൽ ഒരു മാപ്പുണ്ട്, അതിൽ നോക്കിയാൽ ഈ കൊട്ടാരത്തിൻ്റെ മുക്കും മൂലയും എവിടെയാണെന്ന് നിനക്ക് അറിയാൻ പറ്റും. അത് കേട്ടപാടെ സന്തോഷം കൊണ്ട് നമ്മുടെ ഹീറോയിൻ മാപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ രാജാവിൻ്റെ സ്റ്റഡി റൂമിൽ തിരഞ്ഞ് മാപ്പ് കണ്ടുപിടിക്കുന്നു. അങ്ങനെ ആ മാപ്പിൽ നിന്നും ആ ബാരൽ വെച്ച സ്ഥലം കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് നമ്മുടെ കിങ്ങിൻ്റെ ബോഡി ഗാർഡ്സും കൂടി വരുന്നത്. അവർ വന്ന് നോക്കുമ്പോൾ കിങ്ങിൻ്റെ സിംഹാസനത്തിലിരുന്ന് ഒരാൾ നല്ല ഉറക്കം. കിങ് ആകെ ഞെട്ടിപ്പോയി. കാരണം നാളിന്ന് വരെ ആ സിംഹാസനത്തിലിരിക്കാൻ ആരും ധൈര്യം കാണിച്ചില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഒരാൾ അവരുടെ സിംഹാസനത്തിലിരുന്ന് നല്ല സുഖത്തിൽ ഉറങ്ങുന്നത് കണ്ടത്. അത് കണ്ട് അത്ഭുതവും അതേപോലെ ദേഷ്യവും തോന്നിയ നമ്മുടെ കിങ് അവളെ ഒന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ സിംഹാസനത്തിലിരിക്കാൻ നിനക്ക് ഇത്ര ധൈര്യമോ എന്ന് ചോദിച്ച് നമ്മുടെ കിങ്ങിനെ സൂപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയിൻ പറഞ്ഞു, ഇന്നലെ ഞാൻ ഒരുപോലെ കണ്ണടച്ചില്ല, കണ്ണടയ്ക്കുമ്പോഴൊക്കെയും എൻ്റെ കിങ്ങിൻ്റെ മുഖമാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, അങ്ങയെ കാണാഞ്ഞിട്ട് എനിക്ക് ഉറക്കമേ വന്നില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തന്നെ എണീറ്റപാടെ അങ്ങയെ കാണാൻ ഞാൻ ഇവിടെ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ സിംഹാസനം ഒഴിഞ്ഞിരിക്കുന്നത് കണ്ട് വിഷമം തോന്നി, അറിയാതെ അവിടെ കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അങ്ങനെ കിങ് ചോദിച്ചു, അത് നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ വിശക്കുന്നുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ അവളെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ മുമ്പിൽ ഒരു കേക്ക് എടുത്ത് അവൾക്ക് കൊടുക്കുന്ന പോലെ കൊടുത്തിട്ട് അവളെ പറ്റിച്ച് കിങ് അത് തിന്നു. വിശന്നിരുന്ന അവൾക്ക് അതൊരുപാട് സങ്കടമായി. പെട്ടെന്നാണ് അവളുടെ ഫ്രണ്ട് പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത്. കിങ്ങിന് ഒരു വീക്ക്നെസ് ഉണ്ട്, അത് മറ്റുള്ളവർ കരയുന്നത് കണ്ടാൽ കിങ്ങിന് പേടിയാവും. അത് ഓർമ്മ വന്ന അവൾ കള്ളത്തരത്തിൽ കരയാൻ തുടങ്ങി. അങ്ങനെ അവളുടെ കരച്ചിൽ കണ്ട് പേടിച്ച് നമ്മുടെ കിങ്, നീ കരയണ്ട, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം, നിനക്കിപ്പോൾ ഇതല്ലേ വേണ്ട, നീ അത് തിന്നു എന്ന് പറഞ്ഞ് ആ കേക്ക് പ്ലേറ്റോടെ അവളുടെ മുന്നിൽ വെച്ച് കൊടുക്കുന്നു. അവളത് തിന്നിട്ടും അവളുടെ കരച്ചിൽ അവൾ മാറ്റിയില്ല. അപ്പോൾ കിങ് ചോദിച്ചു, നിനക്കിനി ഇതല്ലാതെ വേറെ എന്താ വേണ്ടി, എന്ത് വേണേലും ചോദിച്ചോ, ഞാൻ നിനക്ക് തരാം എന്ന് കിങ് പറയുന്നു. പെട്ടെന്ന് അവൾക്ക് സന്തോഷമായി. അവൾ പറഞ്ഞു, എനിക്ക് ആ ബാരൽ വേണമെന്ന്. അങ്ങനെ അതും കിങ് സാധിച്ചു കൊടുത്തു.
ഹയ്യടാ ബാരൽ കിട്ടി, ഇനി എനിക്ക് എൻ്റെ വീട്ടിൽ പോവാലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുന്ന നമ്മുടെ ഹീറോയിനെ തിരക്കി ഒരു പോലീസ് വന്നു. രാജാവിനെതിരെ നീ കൂടോത്രം ചെയ്തതായിട്ട് ഞങ്ങൾക്ക് പരാതി ലഭിച്ചു എന്ന് പറഞ്ഞ് അവളെ അറസ്റ്റ് ചെയ്ത് ചാൻസലറിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു. അങ്ങനെ ചാൻസലർ ചോദിച്ചു, ഇത് നിൻ്റെയാണോ? അതെ, എൻ്റെ പാവയാണ്. നീ എന്തിനാ രാജാവിനെതിരെ കൂടോത്രം ചെയ്യുന്നത്? അതുകൊണ്ട് നിനക്ക് ഇവിടെ മരണശിക്ഷയാണ് വിധിക്കുന്നത് എന്ന് പറഞ്ഞ് അവളെ കൊല്ലാൻ ചാൻസലർ ഏൽപ്പിക്കുന്നു. പെട്ടെന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് വന്ന നമ്മുടെ രാജാവ് അവളെ രക്ഷിക്കാൻ തീരുമാനിക്കുന്നു. സംഭവങ്ങളെല്ലാം ചാൻസലറിനോട് ചോദിച്ചറിഞ്ഞ നമ്മുടെ രാജാവ് ആ പാവക്കുട്ടി കയ്യിലെടുത്ത് ഇത് നിൻ്റെയാണോ എന്ന് നമ്മുടെ ഹീറോയിനോട് ചോദിക്കുന്നു. എൻ്റെയാണ്, പക്ഷേ ആ കൂടോത്രം ഞാൻ ചെയ്തതല്ല. ആ പാവക്കുട്ടി ഒന്നെനിക്ക് തന്നാൽ ഇതാരാ ചെയ്തതെന്ന് ഞാൻ കണ്ടുപിടിച്ച് തരാം എന്ന് അവൾ പറഞ്ഞപ്പോൾ ആ പാവക്കുട്ടി അവളുടെ കയ്യിൽ രാജാവ് കൊടുക്കുന്നു. അങ്ങനെ ആ പേപ്പർ തുറന്നു നോക്കിയ നമ്മുടെ ഹീറോയിന് മനസ്സിലായി ഇത് ആരോ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതിയതാണ്. അങ്ങനെ രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്ന ആളെ പൊക്കാൻ. അങ്ങനെ അവിടെയുള്ള ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്ന ആളെ പൊക്കിയപ്പോൾ അയാൾ സത്യമെല്ലാം തുറന്നു പറഞ്ഞു. അങ്ങനെ അവിടുന്ന് നമ്മുടെ ഹീറോയിനെ രക്ഷിച്ചുകൊണ്ട് നമ്മുടെ രാജാവ് പോകുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് മിനിസ്റ്റർ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് നമ്മുടെ ഹീറോയിൻ രാജാവിൻ്റെ കയ്യാളാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ ഏൽപ്പിക്കുന്നതാണ്. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിൻ ബാരലിനെ നോക്കി ഈ ബാരൽ വഴി എങ്ങനെയാണ് ഞാൻ തിരിച്ചു പോവുക, നോക്കാം, ഇതിനകത്ത് ഇറങ്ങി നോക്കാം എന്ന് പറഞ്ഞ് അതിനകത്ത് ഇറങ്ങി മുങ്ങി നോക്കുന്നു. പക്ഷേ അവൾക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത് ആ ബാരലിൽ വെള്ളമുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇനി വെള്ളം നിറച്ചിട്ട് നോക്കാം എന്ന് കരുതി എന്ന് രാവിലെ ബാരലിൽ വെള്ളം നിറയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത് ആ രാജ്യത്ത് ഇപ്പോൾ വരൾച്ച ആയതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒരു ദിവസം ഒരു ബക്കറ്റ് വെള്ളം മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ എന്ന്. അങ്ങനെ അവൾ വിഷമിച്ച് തിരിച്ചുപോയി. നിന്നെക്കൊണ്ടൊന്നിനും കൊള്ളൂലെന്നും പറഞ്ഞ് അമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട നമ്മുടെ ഹീറോയിൻ്റെ ഇപ്പോഴത്തെ പണി കണ്ടില്ലേ? ആ രാജ്യത്ത് തന്നെ ഏറ്റവും ടോപ്പ് സ്കോളറിനെ പഠിപ്പിക്കുക എന്നുള്ളത്. ടോപ്പ് സ്കോളറിനെ മാത്രമല്ല നമ്മുടെ രാജാവിനെയും പഠിപ്പിക്കുന്നത് നമ്മുടെ ഹീറോയിൻ തന്നെയാണ്. അങ്ങനെ ടോപ്പ് സ്കോളറിനോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനുത്തരം അവൾ പറയുന്നതും കേട്ടുകൊണ്ടാണ് നമ്മുടെ കിങ് വരുന്നത്. അങ്ങനെ കിങ്ങിനോട് പറഞ്ഞു, എനിക്കിത് മാത്രമല്ല ഇനിയും കുറേ അറിയാം, എൻ്റെ മൊബൈൽ ഇങ്ങ് തരികയാണെങ്കിൽ നിങ്ങളെ ഞാനും പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് മൊബൈൽ എടുത്തിട്ട് കാൽക്കുലേറ്റർ അടിച്ചിട്ട് അവൾ ഓരോന്ന് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ എന്ന് വേണ്ട ഓരോന്ന് കാണിച്ചു. ആദ്യം ഒന്ന് കാണിച്ചു കൊടുത്തപ്പോൾ കിങ്ങിന് സംശയം ശരിയാണോ എന്നുള്ളത്. കിങ് ആ ടോപ്പ് സ്കോളറിനോട് ശരിയാണോ എന്നൊന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ അയാൾ നോക്കിയിട്ട് പറഞ്ഞു കറക്റ്റാണെന്ന്. അതും കൂടി കേട്ടപ്പോൾ നമ്മുടെ ഹീറോ മൊബൈൽ വിടാതായി. അങ്ങനെ ആ മൊബൈലിൽ കളിക്കാൻ തുടങ്ങി. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ ഹീറോയുമായിട്ട് നേരത്തെ കല്യാണം ഉറപ്പിച്ച പ്രിൻസസ് കയറി വരുന്നു. ആ പ്രിൻസസിനെ നമ്മുടെ ഹീറോയിൻ കണ്ടതും അവൾക്ക് അവളുടെ പഴയ ബെസ്റ്റ് ഫ്രണ്ടിനെ ഓർമ്മ വന്നു. അവൾ വിചാരിച്ചു അത് അവളുടെ ഫ്രണ്ടാണെന്ന്. അങ്ങനെ ദുവാ, നീയും എന്നെ പോലെ ഇങ്ങോട്ടേക്ക് വന്നോ? നീ എപ്പോഴാണ് വന്നേ? എന്തൊക്കെയുണ്ട് നിൻ്റെ ഇവിടുത്തെ വിശേഷം? പിന്നെ നീ ഇവിടെ ഈ കോന്തൻ രാജാവിനെയാണോ കെട്ടാൻ പോകുന്നത്? അത് വേണ്ട കേട്ടോ എന്നവൾ പറഞ്ഞത് പ്രിൻസസിൻ്റെ മെയ്ഡ് അവളെ അടിക്കാൻ പോയി. അത് രാജാവ് സ്വയം തടഞ്ഞു. എൻ്റെ ആളെ അടിക്കാൻ നിനക്കെത്ര ധൈര്യം? നീ ഇവിടുന്ന് പോകുന്നു പറഞ്ഞ് പ്രിൻസസിനെ അവിടുന്ന് പറഞ്ഞു വിട്ടു. പിന്നെ കാണിക്കുന്നത് കോർട്ടാണ്. കോർട്ടിൽ ഭയങ്കര ചർച്ച നടക്കുന്നു. പ്രിൻസ് ഹേജിൻ എന്ന നമ്മുടെ കിങ്ങിൻ്റെ അങ്കിള് യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു. പ്രിൻസ് ഹേജിൻ രാജ്യത്ത് വളരെ ഫേമസ് ആണ്. അവിടെയുള്ള എല്ലാ പെണ്ണുങ്ങളുടെയും സ്വപ്ന രാജാവാണ് പ്രിൻസ് ഹേജിൻ. അങ്ങനെ എല്ലാവരും പ്രിൻസ് ഹേജിനെ വരവേൽക്കാൻ രാജ്യത്ത് ഒത്തുകൂടി. നമ്മുടെ കിങ്ങും ഹീറോയിനും പോയി. അങ്ങനെ നമ്മുടെ ഹീറോയിൻ പ്രിൻസ് ഹേജിനെ ആദ്യമായിട്ട് കാണുന്നു. കണ്ടപാടെ നമ്മുടെ ഹീറോയിൻ അന്തം വിടുന്നു. കാരണം പ്രിൻസ് ഹേജിൻ നമ്മുടെ ഹീറോയിൻ സ്വപ്നം കണ്ട് നടന്ന മോഡേൺ ടൈംസിലെ വലിയ K-pop സിംഗറിൻ്റെ അതേപോലെയുണ്ട് പ്രിൻസ് ഹേജിൻ. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.